അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ വലിയ ഒരു സൽക്കർമ്മമാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. പടച്ചറബ്ബ് നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ. അപ്പോൾ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുവാൻ വേണ്ടിയിട്ട്, ഒരുപാട് പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നാം ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. നമുക്ക് കിട്ടുന്ന വലിയൊരു അറിവാണ്, നമുക്ക് കിട്ടുന്ന വലിയൊരു നേട്ടമാണ് ഇത്. നമുക്ക് വരുന്ന പരീക്ഷണങ്ങൾ, നമ്മിലേക്ക് വരുന്ന പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുക എന്നത് നമുക്ക് കിട്ടുന്ന വലിയ ഒരു കാര്യമാണ്. അപ്പോൾ പരീക്ഷണങ്ങളിൽ നിന്ന്, ഒരുപാട് വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുവാൻ സുബഹ് നിസ്കാര ശേഷം 3 വട്ടം ഇങ്ങനെ ചൊല്ലുക. എങ്ങനെ? അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. ഇങ്ങനെ 3 വട്ടം സുബഹ് നിസ്കാര ശേഷം, സുബഹ് നിസ്കരിച്ച് ദുആവും ഖുർആൻ പാരായണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആത്മാർത്ഥമായിക്കൊണ്ട് ഇങ്ങനെ ചൊല്ലുക. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. ഇങ്ങനെ 3 വട്ടം ആത്മാർത്ഥമായി ചൊല്ലുക. നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റിയ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റിയ വലിയ ഒരു സൽക്കർമ്മമാണ്. നമുക്ക് കിട്ടുന്ന വലിയ ഒരു ഗുണമുള്ള, വലിയ നേട്ടം കിട്ടുന്ന ഒരു സൽക്കർമ്മമാണ്. അതുകൊണ്ട് 3 വട്ടം മാത്രമേ ചൊല്ലേണ്ടതുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ശ്രദ്ധിക്കുക. സുബഹ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ദുആവും ദിക്റുകളും അതുപോലെ തന്നെ ഖുർആൻ പാരായണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറും 3 പ്രാവശ്യം മാത്രം ഈ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് പടച്ചറബിനോട് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ചൊല്ലുക. നമുക്ക് പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുവാൻ വേണ്ടിയിട്ട് പടച്ചറബ് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. നാളെ മുത്തുനബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.